അപ്പോൾ സോയ ചങ്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 1.5 സവാള ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല ഇതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. റെഡി ആയതിനു ശേഷം നമുക്കൊരു കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.